ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹീത ദൈവജനമേ, ഭാഗ്യവചനധാരയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹായുടെ ആദ്യ മിഷണറി യാത്രയുടെ ഭാഗമായി പിസിദിയായിലെ അന്ത്യോക്യയിലുള്ള ഒരു സിനഗോഗിൽ ശാബത്ത് ദിവസം ആരാധനയ്ക്ക് പോകുന്നു. അവിടെ ഇരിക്കുമ്പോൾ പള്ളിപ്രമാണികളുടെ ആഗ്രഹമനുസരിച്ച് പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ നടത്തുന്ന ഒരു പ്രബോധനമാണ് അപ്പോസ്തല പ്രവൃത്തി 13 അധ്യായം 17 മുതൽ 41 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നത്. യഹോവ ഇസ്രായേലിനെ തിരഞ്ഞെടുക്കുന്നത് മുതൽ യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പ് വരെ പ്രതിപാദിച്ച് പഠിപ്പിക്കുന്നു. ഇതിൻ്റെ 22 വാക്യത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുകയാണ്. യഹോവ ദാവീദിനെ തനിക്ക് ബോധിച്ച പുരുഷനായി കണ്ടു, അവൻ തൻ്റെ ഹിതമെല്ലാം ചെയ്യുമെന്ന് അവനെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞു എന്നാണ് ഇവിടെ കാണുന്നത്. 2 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. 1, യഹോവയ്ക്ക് ബോധിച്ച പുരുഷൻ. 2, ദൈവഹിതമെല്ലാം അനുസരിക്കുന്നവൻ. ദാവീദ് രാജാവിനെക്കുറിച്ചാണ് ഈ സാക്ഷ്യം പറയുന്നത്. ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ആദ്യ രാജാവായി ശൗലിനെ വാഴിക്കുന്നു. അവൻ്റെ രാജ്യത്വം സ്ഥിരമാക്കിയില്ല. കാരണം 21 വാക്യത്തിൽ അത് വളരെ വ്യക്തമായി വിവരിക്കുന്നുണ്ട്. ജനത്തിൻ്റെ ആവശ്യപ്രകാരം അവൻ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്. ഒരു രാജാവുണ്ടായാൽ എന്തായിരിക്കും അനുഭവമെന്ന് തൻ്റെ ജനത്തെ പഠിപ്പിക്കുവാൻ യഹോവ തിരഞ്ഞെടുക്കുന്ന കോമളനും ശക്തനുമായവൻ. പക്ഷേ അവൻ്റെ രാജ്യത്വം സ്ഥിരമാക്കുവാൻ യഹോവ ആഗ്രഹിച്ചില്ല. മറിച്ച് ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നവനായ ദൈവം ശമൂവേൽ പ്രവാചകന്റെ 1 പുസ്തകം 16 അധ്യായം 7 വാക്യത്തിൽ കാണുന്നത് പോലെ പൊക്കമോ മുഖമോ നോക്കാതെ ഹൃദയത്തെ നോക്കി തിരഞ്ഞെടുത്തതാണ് ദാവീദിനെ. യഹോവയ്ക്ക് ബോധിച്ചവനായി തിരഞ്ഞെടുക്കപ്പെട്ട ദാവീദിനും തൻ്റെ ജീവിതകാലത്ത് തെറ്റുകുറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അനുദപിക്കുവാനുള്ള ഹൃദയവിശാലതയുണ്ടായി. പല പ്രതിസന്ധികളിലൂടെയും കടന്നുപോയി. പക്ഷേ ദൈവഹിതം ചെയ്തവൻ്റെ രാജ്യത്വം യഹോവ സ്ഥിരമാക്കുന്നു. അത് തൻ്റെ ഏകജാതനായ യേശുക്രിസ്തുവിലൂടെ നിത്യരാജ്യത്വമായി നിലനിർത്തുകയും ചെയ്തു. ക്രൈസ്തവ ജീവിതത്തിൽ അനുകരിക്കാവുന്ന ഒരു നല്ല മാതൃകയാണ് ഇവിടെ പരിശുദ്ധ ശ്ലീഹ വെളിപ്പെടുത്തിയിരിക്കുന്നത്. യഹോവയ്ക്ക് ബോധിച്ചവരാകുക. അതിനുള്ള വഴി അവൻ്റെ ഹിതം ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ നമ്മുടെ മാനുഷിക ബലഹീനതകൾ വീണുപോകുന്നതിനുള്ള സാധ്യതകളാണ്. ആത്മാർത്ഥമായ അനുതാപത്തിലൂടെ അതിനെ അതിജീവിക്കുമ്പോൾ ഹൃദയങ്ങളെ നോക്കുന്ന യഹോവ പാപങ്ങൾ ക്ഷമിച്ച് ദ്രവത്വം കാണാതെ തൻ്റെ ഭക്തനെ നീതീകരിക്കുമെന്ന് ഈ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഒരു വിശുദ്ധ നോമ്പിൻ്റെ കാലഘട്ടത്തിലേക്ക് ക്രൈസ്തവ ലോകം പ്രവേശിക്കുമ്പോൾ ദൈവത്തോട് ചേർന്ന് നീതീകരിക്കപ്പെട്ടവരായി വിശുദ്ധരാകുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധ റൂഹ നമ്മെ സംഗതിയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.